ഇന്ന് ഒരു നിർണായക നീക്കത്തിലേക്ക് ഉത്തർപ്രദേശ് കടന്നിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ ആണ് ഇന്നത്തെ ദിവസം എല്ലാവരും നോക്കിക്കാണും. ഇന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ നടക്കുകയാണ്. 10 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. BJP 8 സ്ഥാനാർത്ഥികളെ നിർത്തുകയും അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി 3 സ്ഥാനാർത്ഥികൾ, അങ്ങനെ 10 സീറ്റിലേക്ക് 11 സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. നിലവിലത്തെ കണക്കനുസരിച്ച് BJPക്ക് 7 സ്ഥാനാർത്ഥികളെ മാത്രമേ വിജയിപ്പിക്കാൻ കഴിയൂ. സമാജ്വാദി പാർട്ടിക്കും 3 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയും. ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ കണക്ക്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ഈ അഖിലേഷ് യാദവ് വിളിച്ച അത്താഴ വിരുന്നിൽ സമാജ്വാദി പാർട്ടിയുടെ 8 MLAമാർ പങ്കെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ കുറേ നാളുകളായി ഈ രാജ്യസഭയിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലി സമാജ്വാദി പാർട്ടിയിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ 8 MLAമാർ പങ്കെടുത്തില്ല. ഇവർ ക്രോസ് വോട്ട് ചെയ്യുമോ എന്നൊരു വലിയ ഭയം അഖിലേഷ് യാദവിനുണ്ട്. അങ്ങനെയെങ്കിൽ BJP 8ാമത്തെ സ്ഥാനാർത്ഥി ജയിക്കും. 9 വോട്ടിൻ്റെ കുറവാണ് ഒരു സ്ഥാനാർത്ഥിയെ കൂടി ജയിപ്പിക്കാൻ BJPക്കുള്ളത്. അതിൽ 8 MLAമാർ വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വിജയസാധ്യത കൂടുതൽ BJPക്കാണ്. അതായത് സമാജ്വാദി പാർട്ടിയിൽ ഒരു വലിയ പിളർപ്പിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ നാളുകളായി പുറത്തു വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊരു സ്ഥിരീകരണമായി. ഇന്നലെ അഖിലേഷ് യാദവ് വിളിച്ച അത്താഴ വിരുന്നിൽ, സാധാരണഗതിയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സമാജ്വാദി പാർട്ടി ഒരു രീതി അതാണ്, അത്താഴ വിരുന്ന് സംഘടിപ്പിക്കും. പക്ഷേ ഇന്നലത്തെ അത്താഴ വിരുന്നിൽ 8 പേർ പങ്കെടുത്തില്ല. BJPക്കാണെങ്കിൽ 9 വോട്ടിൻ്റെ കുറവുമുണ്ട്. ഏതായാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ BJPയുടെ 8 സ്ഥാനാർത്ഥിയും ജയിക്കുകയാണെങ്കിൽ അഖിലേഷ് യാദവിൻ്റെ 2 സ്ഥാനാർത്ഥി മാത്രമാണ് ജയിച്ചതെങ്കിൽ അത് വലിയ പൊട്ടിത്തെറി സമാജ്വാദി പാർട്ടിയിൽ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.